RSS പറയുന്ന കാര്യമില്ല നീ പറയുന്ന എപ്പോഴും. നീ RSSന്റെ അല്ലേ എല്ലാവർക്കും പറയുന്ന കാര്യം. പേര് വിളി. ഇതെന്ത് ഭാഷ കച്ചറ. ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ക്ഷമയില്ല, ഒറ്റ ക്ഷമയില്ല, അത് അക്ഷമയാണ്. ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ എന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം. നിന്നെ പോലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നിങ്ങൾ ആദ്യം വന്നിട്ട് പറഞ്ഞ ഞാൻ BJPയുടെ ഒരു വക്താവാണ്, നിരീക്ഷക്കാരൻ എന്തിനാ പറയുന്നത്? അതെന്തിനാ പറഞ്ഞത്? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഞാൻ BJP-ക്കാരൻ. ശ്രീ വേണു പറയട്ടെ, ഞാൻ BJP-ക്കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചതെന്ന്? ശ്രീ അല്ല ക്ഷമ, നമുക്ക് നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കണ്ട, ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോ. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. ഇയാൾ എന്തിനാ കരയുന്നത്? വലിയ ആളൊന്നും ആവേണ്ട കാര്യമില്ല. ശരി ശരി, നമുക്ക് അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യണം. നിങ്ങളുടെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ ഇവർക്ക് മുഴുത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് പോടോ. നിങ്ങളുടെ രീതിയിലുള്ളതാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്. എനിക്കറിയാം. താങ്കൾക്കെതിരെ വരെ കേസുണ്ട്. എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടെ അധിക്ഷേപിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ എന്താണെന്ന് വെച്ചാ അല്ലല്ല, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇല്ല, ഇത് ശരിയല്ല. പരിധി കടന്നുള്ള പ്രയോഗങ്ങളിലേക്ക് നിങ്ങളെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊന്നും ഇവിടെ ഒന്ന് പറയരുത്. ഒരു മര്യാദ വേണ്ടേ?